ഇത്രയും ഫ്രഷായിട്ടൊരു എൻജിൻ കാണുമ്പോൾ എന്നെപ്പോലത്തെ ഈ ഔട്ട്ബോർഡ് എൻജിൻ്റെയൊക്കെ ലവേഴ്സിന് ശരിക്കും പറഞ്ഞാൽ കൊതി തോന്നും. അപ്പം നമ്മളിൽ നിന്ന് ബോട്ടിൻ്റെ ബന്ധം വിച്ഛേദിക്കുന്ന സമയം, അതായത് നമ്മളും എൻജിനും തമ്മിൽ ഈ ഒരു ഡിസ്റ്റൻസേ കമ്പനി പറയുന്നുള്ളൂ. 1.5 ലക്ഷം രൂപയുടെ പുതിയ എൻജിൻ്റെ ഉദ്ഘാടനമാണ്. ഓട്ടോമാറ്റിക് ഇൻ കേസ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഞാൻ ബോട്ടിൽ നിന്ന് തെറിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ഊരിപ്പോരും, എൻജിൻ അവിടെ കട്ട് ഓഫ് ആവും. ഒരു രക്ഷയില്ലാടാ. കാർമേൽ കയറി വന്നിട്ട് വല്ലപ്പോഴും നമുക്കിത് കിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര കാറ്റും ഭയങ്കര തണുത്ത കാറ്റ്. ഇപ്പം തന്നെ നല്ല ഇടിച്ചു കുത്തി മഴ പെയ്യും. എന്തായാലും ഞങ്ങൾ എൻജിൻ ഓണാക്കി, മഴയത്ത് നിന്നിട്ടായാലും എൻജിൻ ഓണാക്കി നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഇടും. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ എൻജിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എല്ലാവർക്കും നിസാംസ് വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന, ഏറ്റവും കൂടുതൽ റിലയബിലിറ്റി ഉള്ള, വിശ്വസിക്കാവുന്ന, എവിടെ പോയാലും കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയില്ലാത്ത യമഹയുടെ ഏറ്റവും ടഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഈട് നിൽക്കുന്നതായിട്ടുള്ള ഒരു എൻജിനാണ് ഇത്. 2 സ്ട്രോക്കാണ്, പെട്രോളിൽ റൺ ചെയ്യുന്നതാണ്. ഇതിൻ്റെ സെയിം വെർഷൻ തന്നെ നമുക്ക് കെറസിനിലും അവൈലബിൾ ആണ്. ഇത് യമഹയുടെ എൻഡ്യൂറോ സീരീസിൽ പെടുന്ന എൻജിനാണ്. അതപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും എനിക്കറിയാവുന്ന അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനും, പിന്നെ അത് ഫസ്റ്റ് നമുക്ക് ഒരു സ്ട്രോക്ക് കണ്ടീഷനിൽ കിട്ടുന്നത് എങ്ങനെ നമ്മൾ ആദ്യം വെള്ളത്തിലേക്ക് ഇറക്കി ഓടിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം നമ്മുടെ പുതിയൊരു ബോട്ടിനെയും കൂടിയും പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ വെച്ചിട്ട് ലൈറ്റ് പോയില്ലെങ്കിൽ ഒരു ട്രയൽ റണ്ണും കൂടി നിങ്ങളെ കാണിച്ചു തരാം. അപ്പം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ സാധനം. അപ്പോൾ എനിക്ക് തോന്നണത് മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ 9.9 എൻഡ്യൂറോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കൊരു 22 ലിറ്ററിൻ്റെ ഒരു ഹെവി ടാങ്കാണ് വരുന്നത്. ടാങ്കിൽ ഞങ്ങൾ പെട്രോൾ നിറച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരു 1 ലിറ്ററിന് ഒരു 25 ml ഓയിൽ മിക്സ് ചെയ്യണം. 2T ഓയിൽ. എൻജിനിലേക്ക് പെട്രോൾ കണക്ട് ചെയ്യാനുള്ള ഒരു പൈപ്പാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. കാരണം ഇതെല്ലാം ഹെവി സൺലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് വരാതിരിക്കാനും പിന്നെ പെട്രോൾ ഒഴുകി കഴിയുമ്പോൾ ഹാർഡാവാതിരിക്കാനുള്ള മെറ്റീരിയലാണ്. കോസ്റ്റ്ലിയാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു കിറ്റ് വന്നിട്ടുണ്ട്. അത് യമഹയുടെ തന്നെ മോഡൽ നമ്പർ E99DE150. പിന്നെ ഒരു ചെറിയ മാനുവൽ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഫസ്റ്റ് ടൈം യമഹ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ബേസിക് ഗൈഡ് ലൈനാണ്. അത് വിത്ത് പിക്ചർ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻജിൻ്റെ കംപ്ലീറ്റ് സ്പെയർ ഡീറ്റെയിൽസ് നമ്മുടെ ഫിഷിംഗ് റീലിൻ്റെ അകത്തും ഇതേപോലെ തന്നെ ഒരു സാധനം കിട്ടും. അതേ സെയിം യമഹയുടെ കംപ്ലീറ്റ് സ്പെയർ പാർട്സ് വിത്ത് നമ്പർ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് യമഹയുടെ പാക്കിംഗ് ആണ്. നമ്മുടെ പഴയ ചോറ് പൊതിയൊക്കെ പൊതിഞ്ഞ് തന്നെയാണ് തന്നേക്കുന്നത്. സംഭവം ജപ്പാൻകാരുടെ ഇത് കുറച്ച് അഡീഷണൽ കിറ്റാണ് കേട്ടോ. കംപ്ലൈൻറ്റ്സ് വരാൻ സാധ്യതയുള്ള കേബിൾസ്, അതിൻ്റെ കുറച്ച് വാഷേഴ്സ്, പിന്നെ യമഹയുടെ ഗ്രീസ്, പിന്നെ ഇത് ട്രാൻസത്തിൻ്റെ താഴെ പോകുന്ന ഒരു ഇതാണ് ആനോഡ്. അതായത് ഉപ്പുവെള്ളത്തിൽ ഉപയോഗിക്കുമ്പോൾ എൻജിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആനോഡെന്നും പറഞ്ഞ് ഇങ്ങനൊരു പീസ് വെക്കും. അത് നമുക്കിവിടെ ഫ്രഷ് വാട്ടർ ആയത് കാരണം ഇത് മാറേണ്ടിയൊന്നും ചിലപ്പോൾ വരില്ല. അഥവാ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ മാറാനായിട്ട് ഒരു സ്പെയർ ആനോഡും തരുന്നുണ്ട്. ഓക്കെ, ടൂൾ കിറ്റ് ഇവിടെയാണ്. ഇതിൻ്റെ കാറ്റലോഗ് ഇതാണ്. 5 ലാംഗ്വേജസിലുണ്ട്. മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് ഫോളോ ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബേസിക് ടൂൾ കിറ്റ്, ഇങ്ങനെയുള്ള എൻജിൻ ഔട്ട്ബോർഡ് എൻജിൻ ഏത് മേടിച്ചാലും നമുക്കൊരു ബേസിക് ടൂൾ കിറ്റ് കിട്ടും. നമ്മുടെ ബൈക്കിനൊക്കെ കിട്ടുന്ന പോലെ തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റാർട്ടർ കേബിളാണെന്ന് തോന്നുന്നു. അഡീഷണലായിട്ട് 2 പ്ലഗ് വരുന്നുണ്ട്. ഈ 2 പ്ലഗ് എന്തിനാണ് വന്നേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9.9 തൊട്ട് മേളിലോട്ട് വരുന്നതെല്ലാം ടിൻ സിലിണ്ടറാണ്. ടിൻ സിലിണ്ടർ വരുന്ന എൻജിന് 2 പ്ലഗ് ആവശ്യമുണ്ട്. അപ്പോൾ എൻജിൻ നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ. ഏകദേശം 35 കിലോയോളം ഭാരം വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇതിനെ പരിചയം എന്ന് പറഞ്ഞാൽ കടലിലെ മുക്കുവന്മാർ അല്ലെങ്കിൽ ഫിഷർമാൻ കമ്മ്യൂണിറ്റി യൂസ് ചെയ്ത് വിഷമിച്ച എൻജിൻ കെറസിനായിരിക്കും. അതായത് മണ്ണെണ്ണയിൽ ഉപയോഗിക്കുന്ന വിഷമിച്ച എൻജിൻ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അതിൻ്റെ കാർബറേറ്ററിൽ ഒരു ചെറിയ ഓൾട്ടർനേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്രോളിൽ ഉപയോഗിക്കാം. അങ്ങനെ മേടിക്കുന്ന എൻജിനുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 to 20% പവർ ലോസ് ഉണ്ടാവും. ഇത് കമ്പനി തന്നെ പെട്രോളിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന കാർബറേറ്ററിൽ വരുന്നതാണ്.
അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസും നല്ലതായിരിക്കും, സൗണ്ട് വളരെ കുറവായിരിക്കും. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അസാധ്യ പെർഫോമൻസ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും ലോക പ്രശസ്തനാക്കാൻ ഇവൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ എന്താ പറയുക വിശ്വസനീയതയാണ്. അതായത് എസ്പെഷ്യലി ഡീപ് സീ പോകുന്ന ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് എൻജിനിലൊരു ട്രബിൾ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ നേരിടും. അത് കാരണം ഇത് ജപ്പാനിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഈ സ്പെഷ്യൽ ഡിസൈൻ, ഈ എൻഡ്യൂറോ സീരീസ് എന്ന് എഴുതിയേക്കുന്ന സ്പെഷ്യൽ ഡിസൈൻ അവർ മേക്ക് ചെയ്തേക്കുന്നത് തന്നെ ടഫായിട്ടുള്ള യൂസിന് വേണ്ടിയിട്ടാണ്. അതായത് റഫായിട്ടും ടഫായിട്ടും മണിക്കൂറുകളോളം ഇത് കണ്ടിന്യൂസ് പ്രവർത്തിച്ചാലും ഇവന് കംപ്ലൈൻസ് ഒന്നും വരില്ല. അങ്ങനെ സ്പെഷ്യലി ഡിസൈൻഡാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു എൻജിൻ റിവ്യൂ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങളുടെ എൻജിൻ മേടിച്ചപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയുടെ ഇതേപോലെ തന്നെ ഈ സുസുക്കിയുടെ 4 സ്ട്രോക്ക് മേടിച്ചപ്പോൾ ഞാൻ റിവ്യൂ ചെയ്തായിരുന്നു. അതൊരു മൊബൈലിലാണ് റിവ്യൂ ചെയ്തത്. ഞാൻ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് ഫയൽസൊക്കെ എനിക്ക് മിസ്സായി. എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻജിൻ്റെ കുറച്ച് കാര്യങ്ങളും, അപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ലിയോ ഉണ്ട്. ഒരാളിത് പിടിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. പിന്നെ ക്യാമറാമാനും ഇങ്ങനത്തെ ഒരു കാര്യമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഫ്രെയിം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ. സ്റ്റാർട്ടിൽ വരുമ്പോഴത്തേക്കും അതിനൊരു പോയിൻ്റ് എന്നാൽ ഇതിലേക്ക് വെക്കുക. ഇതാണ് ത്രോട്ട് കൊടുക്കുന്നത്, ഫാസ്റ്റ്. അത് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഗിയറാണ്. ഇത് ഫോർവേഡ്, ഇത് ന്യൂട്രൽ, ഇത് റിവേഴ്സ്. അത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് വീഴുള്ളൂ എന്ന് തോന്നണം കേട്ടോ. പിന്നെ ഈ നോബൊക്കെ കൊടുത്തേക്കുന്നത് ഈ ആക്സിലേറ്ററിൻ്റെ ടെൻഷൻ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ നോബ്. കാണാൻ വലിയ ചന്തമൊന്നുമില്ലെങ്കിലും ഇതാണ് ഒരു എൻജിൻ്റെ ഏറ്റവും വലിയ മെക്കാനിസം എന്ന് വേണമെങ്കിൽ, എൻജിൻ്റെ മെക്കാനിസം അല്ല, എൻജിൻ ബോട്ടെ ഘടിപ്പിക്കാൻ വേണ്ട ഏറ്റവും അത്യാവശ്യം വേണ്ട മെക്കാനിസം. ഇതിന് ട്രാൻസം ക്ലാമ്പ് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ബോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. ഇതിൽ ടൈറ്റ് ചെയ്യുന്നു. പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് എൻജിൻ്റെ പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്ലോട്ടുകളാണ്. അപ്പോൾ ചില ബോട്ടുകളുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഈ എൻജിൻ്റെ തള്ള്, അതായത് പ്രൊപ്പല്ലറിൻ്റെ തള്ള് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 4 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അതേപോലെ പ്രൊപ്പല്ലർ നമ്മൾ കയറ്റാൻ നേരത്ത് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത സമയത്ത് പൊക്കി വെക്കാനായിട്ടുള്ള കുറച്ച് നോബും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓട്ടത്തിലോ അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. വീഡിയോ ലെങ്തി ആയി പോകുന്ന കാരണം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇതെല്ലാം ട്രാൻസത്തിൻ്റെ ഓരോ മെക്കാനിസങ്ങളാണ്. ഇവിടെ ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ ഒരു സാധനം കാണാം. ഇതിന് ആനോഡെന്നോ അങ്ങനെ എന്തോ പറയുന്നത്. അതായത് ഉപ്പുവെള്ളത്തിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും എൻജിൻ്റെ മെറ്റലിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി ഇത് സോൾട്ടി കണ്ടൻറ്റ് അബ്സോർവ് ചെയ്തിട്ട് എൻജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതാണ് അതിൻ്റെ പ്രൊപ്പല്ലർ. ഇതൊരു ഹബ് ടൈപ്പ് പ്രൊപ്പല്ലറാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. ഇവിടെ നിന്നൊരു ക്യാപ്പിങ്ങോ ഒന്നും വരുന്നില്ല. ഇതിന് ഹബ് ടൈപ്പ് എന്ന് അങ്ങനെ ഏതാണ്ടാണ് പറയുന്നത്. അതേപോലെ ഈ പ്രൊപ്പല്ലറിൻ്റെ ഇപ്പുറത്ത് ഈ കാണുന്ന ഈ ഒരു പീസിൻ്റെ അകത്താണ് ഇതിൻ്റെ ഗിയർ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഗിയർ ഓയിലുണ്ട്. ഈ 2 സ്ട്രോക്ക് എൻജിനിൽ എൻജിൻ ഓയിൽ ഉണ്ടാവില്ല, ഗിയർ ഓയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഇപ്പുറത്തൊരു നോബ് വഴി നമുക്ക് ഇടയ്ക്ക് എത്രയോ 50 മണിക്കൂറൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്ക് ചേഞ്ച് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള എന്താ പറയുക സർവീസ് എന്ന് പറയാനായിട്ട്. ഇത് മാത്രമേ ഈ എൻജിനിൽ വരുന്നുള്ളൂ, പ്രധാനപ്പെട്ട സർവീസ്. നമുക്ക് മാറേണ്ട ഓയിൽ. ഇതിൻ്റെ അകത്താണ് മെയിൻ ഹെഡ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എൻജിൻ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഇതിൻ്റെ അകത്ത് കൂടി ഒരു ഷാഫ്റ്റ് വന്ന് ആ ഷാഫ്റ്റ് ഇതിൻ്റെ അകത്ത് ഈ ഗിയർ മെക്കാനിസമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇത് ഫോർവേഡും റിവേഴ്സും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 9.9 എൻജിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാൻ നിങ്ങൾക്കൊരു കൗതുകം ഉണ്ടാവും. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനൊരു നോബുണ്ട്. ആ നോബൊന്ന് താഴത്തോട്ട് താത്തിയിട്ട് ഇത് ഇവിടുത്തെ ഈ ഹാൻഡിലിൽ പിടിച്ചിട്ട് ഇത് പയ്യെ നമുക്ക് റിലീസ് ചെയ്യാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ നിന്നാണ് നമ്മൾ പവർ സപ്ലൈ എടുത്ത ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി. എഞ്ചിനിൽ നിന്ന് എങ്ങനെ വൈദ്യുതി നമുക്ക് പുറത്തോട്ട് എടുക്കാം, അതായത് ബാറ്ററി എങ്ങനെ ചാർജ് ചെയ്യാം എന്നുള്ളതൊക്കെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ 2 ഹെഡ് വരുന്നത്, 2 പ്ലഗ് പോയിൻറ്റ്. പിന്നെ ഇവിടെ തന്നെ അതിൻ്റെ കാർബറേറ്റർ ഇരിപ്പുണ്ട്. ഇത്രയും ഫ്രഷായിട്ടൊരു എൻജിൻ കാണുമ്പോൾ എന്നെപ്പോലത്തെ ഈ ഔട്ട്ബോർഡ് എൻജിൻ്റെയൊക്കെ ലവേഴ്സിന് ശരിക്കും പറഞ്ഞാൽ കൊതി തോന്നും. ഇത്രയും പാല് പോലെ ഇരിക്കുന്ന ഒരു 32 കിലോയുടെ എൻജിൻ്റെ വില നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. 1.5 ലക്ഷം രൂപ വില വരാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ മെറ്റൽ ക്വാളിറ്റിയാണ്. കാരണം ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഭയങ്കര സോൾട്ടി കണ്ടൻ്റ് ആയിട്ടുള്ള വെള്ളത്തിൽ ഇവൻ വർഷങ്ങളോളം ദിനരാത്രം പെരുമാറണമെങ്കിൽ
ഇതിൻ്റെ മെറ്റൽ നമ്മുടെ ലാൻഡിലോടുന്ന ബൈക്കിൻ്റെയൊക്കെ മെറ്റൽ പോലെയല്ല. അപ്പോൾ മെറ്റൽ ക്വാളിറ്റി തന്നെയാണ് യമഹേനെ വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജപ്പാൻ സ്പെസിഫിക്കേഷനിൽ ഇറക്കുന്ന 2 സ്ട്രോക്ക് എഞ്ചിനുകൾക്ക് വില കൂടുതലായിരിക്കും. ജപ്പാനിൽ നിന്ന് ഇറങ്ങുന്ന ഏതൊരു എഞ്ചിനും വില കൂടുതലായിരിക്കും. തായ്വാൻ, മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വരുന്ന യമഹയുടെ ഇതേ മോഡലുകൾ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ സുസുക്കിയുടെ അവൈലബിൾ ആയിരിക്കും. ഒറിജിനൽ ജപ്പാൻ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. പവർ ഇൻ കൊടുക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പെട്രോള് ഇതിൻ്റെ അകത്ത് കൂടിയായിരിക്കും. ഈ ഒരു പിൻ മെക്കാനിസത്തിലൂടെ ഇത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് വെറും ഒരു പിൻ മാത്രമാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ചോക്ക്. സ്റ്റാർട്ടിങ് ട്രബിൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ടൈം എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ദിവസം യൂസ് ചെയ്യാതിരുന്നിട്ട് എടുക്കുമ്പോഴൊക്കെ ഈ ചോക്ക് വലിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ടായി ചെയ്യാം. പിന്നെ ഇതാണ് അതിൻ്റെ കിൽ സ്വിച്ച്. ഇതെപ്പോഴും ഇങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എൻജിൻ പ്രവർത്തിക്കുകയുള്ളൂ. ഒരു ഔട്ട്ബോർഡ് എഞ്ചിൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കിൽ സ്വിച്ചും ഇങ്ങനത്തെ ഒരു കേബിളും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൗതുകം തോന്നും. ഇത് ശരിക്കും യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കയ്യിലിട്ടിട്ട് ഇതിവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക ചെയ്യാറ്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു വാട്ടർ ക്രാഫ്റ്റ് യൂസ് ചെയ്യുമ്പോഴും ആക്സിഡൻസിന് സാധ്യതയുണ്ട്. അപ്പോൾ ആക്സിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് നിന്ന് പോകണം. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളത്തിൽ പോവുകയോ അല്ലെങ്കിൽ ബോട്ടിന് എന്തെങ്കിലും ഒരു ട്രബിൾ വന്നിട്ട് ഇതൊന്നും വൺസ് ഫങ്ഷൻ ചെയ്യാതെ വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ബോട്ടിൽ നിന്ന് ചാടി രക്ഷപ്പെടുമ്പോൾ ബോട്ട് ചുമ്മാ ഓടി കരയിലോട്ടൊക്കെ കയറിപ്പോയി അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിൽ നിന്ന് ബോട്ടിൻ്റെ ബന്ധം വിച്ഛേദിക്കുന്ന സമയം, അതായത് നമ്മളും എഞ്ചിനും തമ്മിൽ ഈ ഒരു ഡിസ്റ്റൻസേ കമ്പനി പറയുന്നുള്ളൂ. ഇത് എത്രത്തോളം വലിയും അത്രത്തോളം ഡിസ്റ്റൻസിൽ മാറി നിന്ന് മാത്രമേ ബോട്ട് ഓൺ ചെയ്ത് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ഡിസ്റ്റൻസ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇൻ കേസ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഞാൻ ബോട്ടിൽ നിന്ന് തെറിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ഊരിപ്പോരും, എഞ്ചിൻ അവിടെ കട്ട് ഓഫ് ആവും. ഈവൻ ഗിയറിലാണെങ്കിൽ പോലും അങ്ങനെ കട്ട് ഓഫ് ആവും. അതിന് വേണ്ടി വെച്ചേക്കുന്ന സേഫ്റ്റി ഫീച്ചറാണിത്. അപ്പോൾ പലർക്കും ഇത് അറിയില്ല. ഇത് ചുമ്മാ ഈ കീച്ചെയിൻ പോലെ കൊടുത്തേക്കുന്നതാണെന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയല്ല, ഇതൊരു സേഫ്റ്റി മെയിനായിട്ടുള്ളൊരു സേഫ്റ്റി ഫീച്ചറാണ്. അത് യമഹയ്ക്കെന്നല്ല എല്ലാ ഔട്ട്ബോർഡ് എഞ്ചിനും ഇതേപോലെ ഒരു റെഡ് കേബിൾ കൊടുത്തിട്ടുണ്ടാവും. വിസിബിലിറ്റിക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ റെഡ് കളർ. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് വർക്ക് ചെയ്യിച്ച് ഇപ്പോൾ എന്തായാലും നമ്മൾ നോക്കുന്നുണ്ട്. ഒരു ഏകദേശം ഒരു 2 മണിക്കൂർ ഇത് ചുമ്മാ സ്റ്റാർട്ട് ചെയ്തിടണം. പുതിയ ബ്രാൻഡ് ന്യൂ എഞ്ചിൻ, അതിൻ്റെ എഞ്ചിനൊന്ന് ലൂബായൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ കൃത്യം ഇത് സ്റ്റാർട്ട് ചെയ്ത് വെറുതെ ന്യൂട്രൽ ഇടണം. ഇല്ല ഇച്ചിരി താത്ത് കറക്റ്റ് കൈയുടെ പോലെ പോരെ. അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സീനറി നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര രസം, ഭയങ്കര ഫീലുള്ള രീതിയിൽ മഴക്കാറൊക്കെ കയറി കിടക്കുന്ന കിടപ്പ് കണ്ട ഒരു രക്ഷയില്ല. കണ്ടില്ലേ? എന്തായാലും ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഒരു രക്ഷയില്ലാട്ടാ. കാർമേഘം കയറി വന്നിട്ട് വല്ലപ്പോഴും നമുക്കിത് കിട്ടുള്ളൂ. കണ്ടോ? പോയില്ല. ഭയങ്കര കാറ്റും ഭയങ്കര തണുത്ത കാറ്റ്. ഇപ്പം തന്നെ നല്ല ഇടിച്ചു കുത്തി മഴ പെയ്യും. എന്തായാലും ഞങ്ങൾ എഞ്ചിൻ ഓണാക്കി, മഴയത്ത് നിന്നിട്ടായാലും എഞ്ചിൻ ഓണാക്കി നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഇടും. ഓടിക്കാൻ പറ്റുമെന്ന് തോന്നണല്ലോ കേട്ടോ. പക്ഷേ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് 2 മണിക്കൂർ ഇടേണ്ട ആവശ്യമുണ്ട്. നിൽക്കട്ടെ. ഈ എഞ്ചിൻ ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിനും ഇവിടെ ഒടുക്കത്തെ വിലയാണ്. പോരാതെ ഇതിൻ്റെ അകത്ത് ഒഴിക്കേണ്ട ഓയിലും പെട്രോളും എല്ലാം കോസ്റ്റ്ലിയാണ് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ. ഇതിപ്പോൾ 15 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം 375 ml ഒഴിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് അടക്കുക. ഈ സേഫ്റ്റി നോബും കൂടി ഒന്ന് അടക്കുക. ഇത് പെട്രോളിൽ പെട്ടെന്ന് ഡിസോൾവ് ആകും. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക. നല്ല കാറ്റുണ്ട്. അപ്പോൾ ശബ്ദത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എഞ്ചിൻ്റെ അടുത്തേക്ക് വരുന്ന ഭാഗമായിരിക്കണം ഇത് ക്ലോസസ്റ്റ് ആയിട്ടുള്ള, അതായത് 1 മീറ്റർ എന്നിട്ട് 1 മീറ്റർ ഏതാണ്ട് അടുപ്പമുണ്ട്. അതാണ് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരേണ്ടത്. ഓ എന്താ കാറ്റ്! അപ്പോൾ നമ്മൾ പെട്രോൾ ടാങ്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഒപ്പം എഞ്ചിനിലെ ഇത് പ്ലഗ് ഇൻ ചെയ്യാൻ പോവുകയാണ്. ഉദ്ഘാടനമാണ് കേട്ടോ. 1.5 ലക്ഷം രൂപയുടെ പുതിയ എഞ്ചിൻ്റെ ഉദ്ഘാടനമാണ്. ഫസ്റ്റ് അടിക്ക് സ്റ്റാർട്ടായി. ഈ പുക നോക്കണ്ട, പുക കുറച്ച് കഴിയുമ്പോൾ പറയും. ഇതിൻ്റെ എക്സോസ്റ്റ് എപ്പോഴും വെള്ളത്തിൻ്റെ അടിയിലേക്കായിരിക്കും. ഇതിപ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് പുക. കുറച്ച് കഴിയുമ്പോൾ പുക നമുക്ക് കുറഞ്ഞു വരും. അധികം സ്പീഡ് കളിക്കുന്നില്ല.
അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ വിശേഷങ്ങളും എഞ്ചിൻ്റെ വിശേഷങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല മഴയായിരുന്നു, അത് കാരണം ഇടയ്ക്ക് ഞങ്ങൾക്ക് പോസ് ചെയ്ത് വെക്കേണ്ടി വന്നു. ഒരു 2 മണിക്കൂറോളം നമുക്ക് ബോട്ട് ഇതേപോലെ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതേപോലെയുള്ള വിശേഷങ്ങളും ഫിഷിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ചാനലിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ടോ എന്തെങ്കിലും ഉള്ളതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഒപ്പം ഇതിൻ്റെ ഇനി മാരക ഫിഷിംഗ് വീഡിയോസും എല്ലാം നിങ്ങളിലേക്ക് വരുന്നതാണ്. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ ഫിഷിങ്ങും മറ്റ് അനുബന്ധ കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. മറ്റ് പല കാര്യങ്ങളും പല പ്രാന്തുകളും കാണിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ 9.9 ഇഞ്ചിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ, ഡീറ്റെയിൽഡ് എന്നല്ല എന്നാൽ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ. അപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ ഇതുമായിട്ട് ബോട്ട്, വാട്ടർ ക്രാഫ്റ്റ്, കയാക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇറ്റ്സ് മീ നിസാം, വൺസ് അഗൈൻ സൈനിങ് ഓഫ്.